مقاما محمودا الذي وعد. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. നാം അള്ളാഹു തആലക്ക് നൽകിയ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണത്. അടിസ്ഥാനം ഒന്നാമത്തെ ഷഹാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയാണ് ഒരു മുസ്ലിമിനെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിലനിന്നു പോകാൻ ആവശ്യമായ അടിസ്ഥാനമാണ് ഒന്നാമത്തെ ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഷഹാദ കാലത്തിനനുസരിച്ച് മാറും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം ഒന്നാം ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ, രണ്ടാമത്തെ ഷഹാദ നൂഹുൻ റസൂലുള്ളാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലമാവുമ്പോഴേക്ക് രണ്ടാമത്തെ ഷഹാദക്ക് മാറ്റം വന്നു. ഒന്നാമത്തെ ഷഹാദക്ക് മാറ്റമില്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. രണ്ടാമത്തെ ഷഹാദ ഇബ്രാഹിം റസൂലുള്ളാഹ്. അത് കഴിഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹി. റിസാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അഅ്മാലുകളും മാറും. അതാത് കാലഘട്ടത്തിന് മാറ്റം വരുന്നത് അഅ്മാലുകളിലാണ്. ഈമാന്റെ വിഷയത്തിൽ, ഷഹാദത്തിന്റെ വിഷയത്തിൽ ഒരു മാറ്റവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 10-12,000 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം
സ്വർഗത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അള്ളാഹുവാണ് റബ്ബ് എന്നതിൽ വളരെ ശക്തവും തീവ്രവുമായി നിലനിന്നു. അതുകൊണ്ട് തന്നെ ഒരു റസൂൽ ആവശ്യമായി വന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തു. ഇസ്തഫ ആദം. നുബുവത്ത് കിട്ടിയപ്പോൾ വഹി വരാൻ തുടങ്ങി. ആ വഹിയാണ് അമലുകളായത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ വഹി അനുസരിച്ചാണ് അന്ന് അമലുകൾ ഉണ്ടായത്. എന്തിനായിരുന്നു ആ അമൽ? ആകാശത്തിൽ വെച്ച് അള്ളാഹു കൊടുത്ത കരാറ് റബ്ബുനല്ലാ, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്നത് തെളിയിക്കാനുള്ളതാണ് അമല്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, 10 തലമുറകൾക്ക് ഒരു കുഴപ്പവും വന്നില്ല. അള്ളാഹ്ക്ക് കൊടുത്ത ആ കരാറിന് ഒരു ലംഘനവും വന്നില്ല, ഒരു പോരായ്മയും വന്നില്ല. അത് ഡാമേജായി പോയില്ല. അതുകൊണ്ട് റസൂല് വരേണ്ടി വന്നില്ല. 10 തലമുറ കഴിഞ്ഞ് 11ാമത്തെ തലമുറ വരുമ്പോഴേക്കും ആകാശത്തിൽ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് ലംഘിച്ചു ആദമിന്റെ സന്തതി. ലംഘിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് ജാറങ്ങളെയാണ്. അതുകൊണ്ടാണ് നാം ജാറങ്ങളെ അടിസ്ഥാനമാക്കി പറയുന്നത്. നമ്മൾ മറ്റ് മതക്കാരെയോ മറ്റ് മതക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ അവരുടെ വിശ്വാസങ്ങളെയോ നാം അടിസ്ഥാന ചർച്ചയായി വെക്കാത്ത എന്തുകൊണ്ടാണ്? മറ്റ് മതക്കാരെല്ലാം അനുബന്ധമായി വന്ന മതക്കാരാണ്. അടിസ്ഥാനം ജാറങ്ങളാണ്. ആ ജാറങ്ങളാവട്ടെ മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ സംഭവിച്ചതാണ്. പ്രത്യേകം വേറെ ഏതെങ്കിലും ഒരു മതക്കാരുടെ നേതൃത്വത്തിലോ അന്ന് അങ്ങനത്തെ ഒന്നും ഇല്ല. അന്ന് വേറെ മതക്കാരില്ല, ജാതിക്കാരില്ല, വിശ്വാസക്കാരില്ല. ഇസ്ലാമും മുസ്ലിമും മാത്രമേ അന്നുണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ആദം നബി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലേ മറ്റു മതങ്ങളെ അള്ളാഹ് ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും. അള്ളാഹ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹിന്റെ അടുത്ത് അംഗീകരിച്ചത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. വേറൊരു വ്യവസ്ഥിതിയെ സംബന്ധിച്ച് മനുഷ്യർക്ക് അള്ളാഹു തആല പരിചയപ്പെടുത്തി കൊടുത്തിട്ടേ ഇല്ല. 11ാമത്തെ തലമുറ 5 ഔലിയാക്കൾക്ക് ജാറമുണ്ടാക്കി. ആ ഔലിയാക്കൾക്ക് തവസ്സുൽ ഇസ്തിഗാസ ചെയ്തപ്പോഴാണ് റസൂൽ ആവശ്യമായി വന്നത്. എന്താ കാര്യം? ആകാശത്തിൽ വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത റുബൂബിയത്തിലുള്ള ഷഹാദ ലംഘിക്കപ്പെട്ടു. അള്ളാഹുവാണ് റബ്ബ്, അത് ജീവിച്ച് തെളിയിച്ചോളാന്നും പറഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അത് ലംഘിക്കപ്പെട്ടു. അള്ളാഹുവാണ് റബ്ബ് എന്നതിൽ നിന്ന് ഖാലിക്കും മാലിക്കും റാസിക്കും അള്ളാഹു തന്നെയാണ്. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഔലിയാക്കൾ വേണമെന്ന ചിന്താഗതിയിലേക്ക് വന്നു. അത് തിരുത്താനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അപ്പോഴാണ് നൂഹുൻ റസൂലുള്ളാഹ് എന്ന കലിമ വന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാഹ്. അപ്പൊ ഷഹാദത്ത് എന്തായി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്. എന്തിനാണ് നൂഹി റിസാലത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്ക്ക് കൊടുക്കാൻ അല്ലാഹു തആല ആവശ്യപ്പെട്ടു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു. തിരുത്തിയവരോട് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്താണ് ചെയ്യേണ്ടത്? അത് നൂഹി റിസാലത്തുള്ള അമലുകൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് അനുസരിച്ചാണ് ആദ്യത്തെ ശരീഅത്ത് നിലവിൽ വരുന്നത്. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം കാലം പിന്നെയും കുറെ അങ്ങോട്ട് നീങ്ങി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയെടുത്ത മുവഹിദുകൾ മാത്രമേ അന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. കപ്പലിൽ നിന്നിറങ്ങിയവർ. ബാക്കി എല്ലാവരും അല്ലാഹു തആല വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചില്ലേ? അന്ന് ലോകത്ത് വേറെ എവിടെയും മനുഷ്യരില്ല എന്നല്ല ചരിത്രം. ഭൂലോകത്ത് ഭൂഖണ്ഡങ്ങളിൽ അന്ന് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി വേറെ ഇല്ല. അന്ന് നൂഹ് നബിന്റെ കപ്പലിൽ ഇറങ്ങിയ ആ 72 കുടുംബമല്ലാതെ വേറൊരു മനുഷ്യ കുടുംബം ഇല്ല. ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ പറഞ്ഞതാ, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്. സുമാറാകാൻ പാടില്ല, സുമാറാവരുത്. എല്ലാം ചരിത്ര രേഖകൾ വെച്ചുകൊണ്ടായിരിക്കണം. മാ ഖാലല്ല അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മാ ഖാല റസൂലുള്ള അള്ളാന്റെ റസൂല് പറഞ്ഞത്, അല്ലെങ്കിൽ ആസാറു സഹാബ, അല്ലെങ്കിൽ അഅ്മാലു സഹാബ, സഹാബാക്കൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് പ്രമാണം. ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞു, ഷെയ്ഖ് പറഞ്ഞു, കവി പറഞ്ഞു, അല്ലെങ്കിൽ നോവലിസ്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ചിന്തകൻ പറഞ്ഞു, അതൊന്നും വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ച് പ്രമാണങ്ങളാണ് വിഷയം. പ്രമാണങ്ങൾ നിന്നുകൊണ്ട് വേണം നാം ആദർശത്തെ സംരക്ഷിക്കാൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വരുമ്പോഴേക്കും നൂഹ് നബിന്റെ കപ്പലിൽ നിന്നിറങ്ങിയ 72 കുടുംബം ശിഥിലമായി. അവർ വീണ്ടും പഴയതിലേക്ക് പോയി. മരിച്ചുപോയവരെ വെച്ചുകൊണ്ട് ജാഹും ബർക്കത്തുമായിട്ട് നീങ്ങാൻ തുടങ്ങി. ആൾ പെരുകി. അതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഇറാഖിലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബിയെ പോലെ തന്നെ റസൂലായിട്ട് വന്നു. അവരെ തിരുത്തി. നിങ്ങൾ ഈ പറയുന്ന ഇതൊന്നും ശരിയല്ല. അല്ലാഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരിക്കുന്ന സന്ദേശം അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിച്ച് ജീവിക്കണമെന്നാണ്. ഇടയ്ക്കത് ലംഘിച്ചപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് നൂഹ് വന്നു. നൂഹിന്റെ കുടുംബത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾ നൂഹിന്റെ പേരക്കുട്ടികളാണ്, നൂഹിന്റെ അനന്തരാവകാശികളാണ്. നൂഹിന്റെ 3 ആമക്കള് പെരുകി ഉണ്ടായതാണ് പിന്നീടുള്ള മനുഷ്യർ ലോകത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോഴേക്ക്
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ഒരാൾ ഒരു ശൈഖിനെയും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയണം. വഅന്നി റസൂലുള്ളാഹ്, നിങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കേണ്ടത് എന്റെ റിസാലത്ത് അനുസരിച്ചായിരിക്കണം. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം ചരിത്രം പിന്നീട് മുന്നോട്ട് പോയി. രണ്ട് ശാഖകളായിട്ട് പിരിഞ്ഞു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും രണ്ട് മക്കളെ ശാഖകളായി പിരിഞ്ഞു. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് പിന്നീട് അല്ലാഹു തആല ഈ ദൗത്യം കൈമാറുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം മക്ക കേന്ദ്രമാക്കിക്കൊണ്ട് നല്ല റാഹത്തായിട്ട് ജീവിക്കുകയാണ് ഇസ്ലാം അനുസരിച്ച്, മുസ്ലിമീങ്ങളായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്. 4000 കൊല്ലത്തോളം അത് അവർക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. അതാണ് മക്കക്കാരെ പത്രാസ്, അതാണ് ഖുറൈശികളെ പത്രാസ്. ഖുറൈശികൾക്ക് 4000 കൊല്ലത്തോളം ഒന്നും മാറ്റേണ്ടി വന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്. അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തനുസരിച്ചാണ് അവർ പഠിച്ചു വന്നത്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? ഇസ്മായിൽ നബിന്റെയും മുഹമ്മദ് നബിന്റെയും ഇടയിൽ 4500 കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. ഒരൊറ്റ ഒരു നബിയും ആ കാലത്ത് വന്നതായിട്ട് തെളിവില്ലല്ലോ. എന്നുവെച്ചാൽ അള്ളാഹു തആല അവരെ കൈവിട്ടു എന്നാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കഅബാലയത്തിന്റെ വാസികളെ, കഅബാലയത്തിന്റെ പരിപാലകരായ ഖുറൈശികളെ അള്ളാഹ് മൈൻഡ് ചെയ്തില്ല, അവരെ കാടന്മാരായിട്ട് വിട്ടു എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അതെ, അവർക്ക് റസൂൽ ആവശ്യമായി വന്നില്ല. കാരണം എന്താണെന്നറിയുമോ? ഇസ്മായിൽ നബിന്റെ കുടുംബം 4000 കൊല്ലത്തോളം മുവഹിദുകളായിരുന്നു. അല്ലാതെ വേറെ ഒരാളെയും അവർ ജീവിതത്തിൽ ഇടപെടിപ്പിച്ചിട്ടില്ല. അവർക്കൊരു ഷെയ്ഖിനെ പരിചയമില്ല. ഇതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ 10 തലമുറയെ പോലെ ഖുറൈശികൾക്കൊരു നബി, ഒരു ഷെയ്ഖിനെ പരിചയമില്ല, ഒരു വലിയനെ പരിചയമില്ല, ഒരു ജാറം പരിചയമില്ല, ഒരു ബിംബം പരിചയമില്ല, ഒന്നും പരിചയമില്ല അവർക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികൾക്ക്, ഇസ്മായിൽ നബിന്റെ മക്കൾക്ക് ഒരു ബനു ഇസ്മായിൽ, അവരെയാണ് നാം അറബികൾ എന്ന് പറയുന്നത്. അറബികൾ 2 വിഭാഗമാണ്, അദ്നാനി അറബികളും കഹ്താനി അറബികളും. അദ്നാനി അറബികൾ അവർ അഷ്റഫുൽ ഖൽക്കിന്റെ പാരമ്പര്യ അറബികളാണ്. ഇസ്മായിലി കുടുംബത്തിൽപ്പെട്ട അദ്നാൻ എന്ന ഉപ്പുപ്പയിൽ നിന്ന് വന്ന ആ സമൂഹത്തെയാണ് അദ്നാനി അറബികൾ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ എവിടെയോ കൂറുപിരിഞ്ഞു പോയ യമനി അറബികൾക്കാണ് കഹ്താനി അറബികൾ എന്ന് പറയുന്നത്. അവർ യമൻ വാസികളാണ്. ആ യമനി അറബിയിൽപ്പെട്ട ഒരാളെയാണ് ഇസ്മായിൽ സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. ജുർഹൂം ഗോത്രം, അവർ യമൻകാരാണ്. ചരിത്രം അതൊക്കെട്ടെ. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യത്തിലാണ് പിന്നീട് നബിമാര് മുഴുവനും വരുന്നത്. 10,000 മുർസലീങ്ങൾ വരുന്നത് ആ പാരമ്പര്യത്തിലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ റസൂലിന്റെ ഒരു പടയാണ്. എന്താ കാര്യം? ഇസ്ഹാഖ് നബിന്റെ കുടുംബത്തിൽപ്പെട്ടവർ ഓരോ നബി വരുമ്പോഴും പുതിയ ജാറങ്ങൾ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ. ഇസ്ഹാഖ് നബിന്റെ മകനാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. വളരെ കൃത്യമായിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ 12 മക്കൾ, ബിന്യാമീൻ, യൂസുഫ് 2 ആള്, പിന്നെ 10 ആള്, 12 മക്കള്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ ഈ ദൗത്യം വരുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. അന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് പഠിപ്പിച്ച അതേ ദൗത്യമാണ് ഇവരെല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് അവര് ജീവിച്ചിരിക്കുന്ന ജിന്നുകളെയും മരിച്ചുപോയ വലിയുകളെയും വെച്ച് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ശിർക്കിലെത്തി. ആ ശിർക്ക് തിരുത്താനാണ് അവർ റസൂലായിട്ട് വരുന്നത്. യാക്കൂബ് നബി അതാണ് ചെയ്തത്, യൂസുഫ് നബി അതാണ് ചെയ്തത്. ഈജിപ്തിൽ ജയിലിൽ കിടന്നിട്ടും കൂടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? യൂസുഫ് സൂറത്ത് ഒന്ന് വായിച്ചു നോക്ക്. ജയിലിൽ കിടന്നിടത്തും കൂടി ദഅവത്തിയായിരുന്നില്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ഇലാഹുകളാണോ അതോ അള്ളാഹു മാത്രമാണോ നിങ്ങൾക്ക് ഏറ്റവും ഖൈർ? അള്ളാഹു ഖൈറുലക്കും ചോദിക്കുന്നില്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം? നിങ്ങൾക്ക് എന്താ അള്ളാഹ് പോരെ? നിങ്ങൾക്ക് എന്തിനേക്ക് അകത്തുള്ള ഔലിയാക്കള്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വരെ ചോദിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഹദ്റത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി ആ ഭരണം വെച്ചുകൊണ്ട് തന്നെ ദഅവത്ത് സജീവമാക്കി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം പിന്നെ ഈജിപ്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് ആ 12 ആമക്കളാണ്, ഓരോരാളായിട്ട്. ആ 12 ആമക്കളും പിന്നീട് മുസ്ലിം ആകുന്നുണ്ട്. അവരെല്ലാം തൗഹീദിന്റെ പ്രബോധകന്മാരാകുന്നുണ്ട്. ആ പാരമ്പര്യത്തിലാണ് പിന്നീട് യാക്കൂബി പാരമ്പര്യത്തിൽ, ഇസ്രായേലി പാരമ്പര്യത്തിലാണ് പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. കാരണം ഓരോ നബിമാര് വഫാത്താകുമ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഏതാണോ പ്രവാചകൻ ആ പ്രവാചകൻ, മൂസ റസൂൽ, ഇബ്രാഹിം ഇസ്ഹാഖ് റസൂലുള്ള എന്നെങ്കിൽ ഇസ്ഹാഖ് റസൂലുള്ള, അല്ലെങ്കിൽ ഏതാണ് റസൂൽ, ആ റസൂലിന്റെ റിസാലത്തനുസരിച്ച് കുറച്ചു കാലം
അപ്പോഴേക്കും പുരോഹിതന്മാര്, പണ്ഡിതന്മാര്, മൗലാനമാര്, ഉസ്താദുമാര് കടന്നു വരും. ആ ഉസ്താദുമാർ ഈ സാധാരണക്കാരനെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ജാറങ്ങൾ. ജാറങ്ങൾ മീൻസ് മരിച്ചുപോയ മനുഷ്യരുടെ പേരിലുള്ള സ്മാരകങ്ങൾ. അത് ചിലപ്പം പിന്നെ കാല് മാത്രമായിരിക്കാം, ചിലപ്പോൾ തല മാത്രമായിരിക്കാം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ഇട്ട ചെരുപ്പ് അടക്കിയിട്ട് അത് ജാറാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ച പാത്രം അടക്കിയിട്ട് അത് ജാറാക്കിയിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മളെ കേരളത്തിലായാലും കർണാടകത്തിലായാലും ജാറങ്ങൾ തുറന്നു നോക്കിയാൽ നമുക്കറിയാം എന്തെല്ലാം അതിൻ്റെ ഉള്ളിലുള്ളത്. അത് വളരെ കൃത്യമാണ്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 46,000 50,000-ഓളം ജാറങ്ങളുണ്ട് ലോകത്ത് മൊത്തത്തിൽ. ഇത് മുഴുവനും മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളാണ്. അതിൽ 16,000-ഓളം ജാറങ്ങൾ ഇന്ത്യയിലുണ്ട്. 6,000-ലധികം ജാതങ്ങൾ കേരളത്തിൽ മാത്രമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ എല്ലാ മഹാന്മാരും മരിച്ചിട്ട് അടക്കിയ ഖബറുകളൊന്നുമല്ല. ഒരേ ആളെ പേരിൽ തന്നെ 4-5 ഖബറുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുരോഹിതന്മാർ, പാവപ്പെട്ട സാധാരണക്കാരന്റെ ആത്മീയതയെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കി രാഷ്ട്രീയക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നവർ ഉണ്ടാക്കിയെടുത്ത ധാരണകളും പിന്നെ സങ്കല്പങ്ങളും മാത്രമാണ് ഈ ജാറ സങ്കല്പം. അത് ഇന്നലെയും തുടങ്ങിയതല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് മുഴുവനും തിരുത്തിക്കൊണ്ടാണ് ഇസ്രായേലിൽ വന്നത്. ബനു ഇസ്രായേൽ അവർ യാക്കൂബിന്റെ മക്കളാണ്. യാക്കൂബ് നബിക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ മക്കൾ. ഇപ്പൊ അറബികൾ ബനു ഇസ്മായിൽ, ഫലസ്തീനികൾ അല്ലെങ്കിൽ പേർഷ്യക്കാർ ബനു ഇസ്രായേലുകൾ. ബനു ഇസ്രായേൽ മീൻസ് ബനു യാക്കൂബ്. അവരിലാണ് റസൂലുകളെ അയക്കുന്നത്. കാരണം അവരിലാണ് അരാജകത്വവും അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ, നബിമാരെ, മുർസലീങ്ങളെ, വലിയുകളെ, ഷെയ്ഖുകളെ, അതേപോലെയുള്ള സാങ്കല്പിക വസ്തുക്കളെ, ജിന്നുകളെ മുതലായവയെ ഇടയിൽ നിർത്തിക്കൊണ്ട് തവസ്തുൽ ഇസ്തിഗാസ ചെയ്യുന്നത്. ഇവരാരും ഇവർ റബ്ബാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അത് വലിയ തമാശയാണ്. അള്ളാഹു ആണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ. ഈ 313 മുർസലീങ്ങൾ വന്ന ആ സമൂഹം മുഴുവനും റബ്ബ് അള്ളാഹു ആണ് വിശ്വസിക്കുന്നവരാണ്. ഉലൂഹിയത്ത് മാത്രം, അള്ളാഹുവിനെ കിട്ടാൻ മഹാന്മാർ, അള്ളാഹുവിനെ കിട്ടാൻ മഹാന്മാർ, വലിയുകൾ, ഷെയ്ഖുകൾ. ഈ കാലഘട്ടത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ജൂതന് നന്നായിട്ടറിയാം ഈ പോക്ക് പോയാൽ അവരൊക്കെ അപകടത്തിലാകുമെന്ന്, ആദർശപരമായി അപകടത്തിലാകുമെന്ന്. ആ മുന്നറിയിപ്പ് അല്ലാഹു തആല മദീനയിൽ വെച്ച് ജൂതന്മാർക്ക് കൊടുത്തിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ വേഷത്തിനെ സംബന്ധിച്ച്. സൂറത്തുൽ ബഖറ പരിശോധിച്ചാൽ നമുക്കത് പഠിക്കാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അവരുടെ തന്ത്രങ്ങൾ വിലപ്പോയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മയമാണ് ആള്, ഇന്നസെന്റ്, ലജ്ജ, ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ സംസാരിച്ച് ശീലം പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനില്ല. ആ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ജൂത സൃഷ്ടിയായ ജൂതനായ അബ്ദുല്ലാഹിബിൻ സബ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ മദീനയിലേക്ക് വരുന്നത്. അവിടെ മുതലാണ് മുഹമ്മദ് ഈ ശരീഅത്തിൽ ഷീയത്ത് കടന്നു വരാൻ തുടങ്ങിയത്. ഷീയത്ത് എന്ന് പറഞ്ഞാൽ സംഘം എന്ന അർത്ഥം, ഗ്രൂപ്പ്. ഷിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. ഷീഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പ് എന്നാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതിങ്ങനെ പിന്നെ മൊലി ശേഖങ്ങളുടെ ഗ്രൂപ്പ്, റിഫായ് ശേഖങ്ങളുടെ ഗ്രൂപ്പ്, ഷാദുലി ശേഖങ്ങളുടെ ഗ്രൂപ്പ്, ഉള്ളത്തെ മദനി തങ്ങളുടെ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളായി പെരുകി ഈ കാലഘട്ടത്തിൽ. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജൂതൻ തുടങ്ങി വെച്ചതാണ്. എന്തിനാണെന്നറിയത്? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന റിസാലത്ത് തകരണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവണം. ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിനെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ കലിമയുടെ ഷഹാദത്ത് ബാത്തിലാക്കുകയായിരുന്നു ജൂതന്റെ ലക്ഷ്യം. അത് വിജയിച്ചു. ജാറങ്ങളെ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ബാത്തിലാക്കി. അത് അന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അത് ഇന്നും തുടരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കാനുള്ളതാണ് ജാറങ്ങൾ. മുഹമ്മദ് റസൂലുള്ളാഹിയെ തകർക്കാനുള്ളതാണ് സൂഫി തരീഖത്തുകളും ഷെയ്ഖുകളും. നിങ്ങൾ ഏത് തരീഖത്ത് എടുത്ത് നോക്കി, തരീഖത്തുകൾ പലപ്പോഴും ഗ്രൂപ്പ്. മൊഹീദ്ദീൻ ഖാദിരി തരീഖത്ത് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിന്റെ പേരിലുള്ളതാണ്. റിഫായി തരീഖത്ത് ഖാദിരി തരീഖത്ത് പിളർന്നിട്ടാണ് റിഫായി തരീഖത്ത് ഉണ്ടാകുന്നത്. റിഫായി ഷെയ്ഖ് എന്ന് വെച്ചൊരു സാധനം ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു സാങ്കല്പിക കഥാപാത്രമാണ് റിഫായി. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയല്ല. അദ്ദേഹം ബഗ്ദാദുകാരനാണ്. അദ്ദേഹം ദാഇയാണ്, തൗഹീദിന്റെ പ്രബോധകനാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ജൂതന്റെ നേതൃത്വത്തിൽ കള്ള
ചരിത്രങ്ങൾ എഴുതിയുണ്ടാക്കി. അതാണ് ഇന്ന് കാണുന്ന മൊഹീദ്ദീൻ മാലയായാലും മൊഹീദ്ദീൻ റാത്തീബായാലും ചരിത്രങ്ങളെല്ലാം. ഇവരീ പറയുന്ന മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ല, ശരിയായ തൗഹീദിന്റെ പ്രബോധകനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ കള്ളത്തരങ്ങൾ മുഴുവനും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് അതിന്ന് മൗലാനമാരും ശൈഖുനമാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാ കാര്യം? ഒരു വ്യക്തിയെ ആത്മീയ പുരുഷനായി അവതരിപ്പിക്കുക, എന്നിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലേക്ക് ആ പുരുഷനെ സന്നിവേശിപ്പിക്കുക, എന്നിട്ട് അവരുടെ ആത്മീയതയെ ആ വ്യക്തിയുമായി ബന്ധിപ്പിക്കുക. ഒന്നിക്ക് മൊയ്‌ലി ശേഖങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ റിഫായ് ശേഖുമായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഉള്ളാത്ത മദനി തങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ മമ്പ്രത തങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക. എന്നിട്ട് ആ തങ്ങളുടെ പോരിശയായിരിക്കും പിന്നെ ഇവർ പറയുന്ന മുഴുവനും. ഈ മൗലാനമാര് പ്രസംഗിക്കുന്ന മുഴുവൻ തങ്ങളെ പോരിശയായിരിക്കും. എന്താ ലക്ഷ്യം? അവർക്കറിയാം ഇതൊന്നും പോരിശയല്ല എന്ന്. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ. അതോടുകൂടി മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദ പൊളിയും. അപ്പോൾ ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹും പൊളിഞ്ഞു, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദ് റസൂലിയും പൊളിഞ്ഞു. അതോടുകൂടി ഫുള്ളി കാഫിറും മുശ്രിക്കുമായി മാറി ആര്? മുസ്ലിമീങ്ങൾ. നിഷേധിച്ചിട്ടേ കാര്യമില്ല. ചരിത്രം ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ചരിത്രം കൃത്യമായി മനസ്സിലാക്കിയേ പറ്റൂ. ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമോടുകൂടി ആ പരമ്പരയിൽ റിസാലത്ത് അവസാനിച്ചു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ഹാഖി പാരമ്പര്യത്തിൽ അവസാനത്തെ റസൂലാണ്. ഹദ്റത്ത് നൂഹ് നബി തൊട്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 312 മുർസലീങ്ങളുടെയും കാലഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദി ഉമ്മത്തിന് ചരിത്രമായി പഠിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ? മുഹമ്മദി റിസാലത്തിലേക്ക് പാരമ്പര്യം കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഇടപെട്ടു, അവരെല്ലാം മുക്കിക്കൊന്നു. ബാക്കിയുള്ളവരെല്ലാം കപ്പലിൽ കയറി ജൂതി പർവ്വതം, അവരെല്ലാം ജൂതി പർവ്വതത്തിന്റെ താഴ്വരയിൽ ദങ്കൂരമിട്ട കപ്പലിൽ നിന്ന് ഇറങ്ങി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയി. അപ്പോഴേക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. നൂഹ് നബിന്റെ 3 ആബാക്കളാണ് ഹാം, യാഫിസ്. ഈ 3 ഗ്രൂപ്പിൽ 3 വിഭാഗങ്ങൾ ഉണ്ടായി. ഒരു മോന്റെ നേതൃത്വത്തിൽ ഒരു മോന്റെ പാരമ്പര്യത്തിൽ പ്രവാചകന്മാര് വന്നു, വേറൊരു മോന്റെ പാരമ്പര്യത്തിൽ രാജാക്കന്മാര് വന്നു, വേറൊരു മോന്റെ പാരമ്പര്യത്തിൽ സാധാരണക്കാരായ അടിമക്കൂട്ടം വന്നു. ഇതാണ് ചരിത്രത്തിന്റെ വരവ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയും ഓരോ കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൗത്യം ഇറാഖിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര ചെയ്തിരിക്കേണ്ടി വന്നു. ഹിജ്റ അതാണ് ഇബ്രാഹിമിന്റെ ദൗത്യം. ഓരോ നാട്ടിലും ജീവിക്കും അള്ളാന്റെ വഹദാനിയത്ത് പറയും. ജാറങ്ങൾക്കെതിരായി, മരിച്ചുപോയ മഹാന്മാരുടെ സ്മാരകങ്ങൾക്കെതിരായി, ജീവിച്ചിരിക്കുന്ന ജിന്നുകൾക്കെതിരായി, ഇവരൊന്നും അള്ളാഹുവിനിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഉപകരമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖുകാരോട് പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി, ഞാൻ പോവുകയാണ് എൻ്റെ റബ്ബിലേക്ക്, നിങ്ങളെ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എന്നിട്ട് യാത്ര എല്ലാം വാരിക്കെട്ടിട്ട് പോയി സിറിയയിലേക്ക്. തൗഹീദിന്റെ പ്രബോധകന്മാരുടെ അവസ്ഥ അതാണ്. അങ്ങനെ സുഖമായിട്ട് നാട്ടിൽ തന്നെ അങ്ങ് കൂടാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജാറക്കാരൊക്കെയും കൂടാം, അവരെ ചോറും വയ്ക്കാം, ആണ്ടിന്റെ ചോറും വയ്ക്കാം, തൗഹീദിന്റെ ചോറും വയ്ക്കാം, ശിർക്കിന്റെ ചോറും വയ്ക്കാം. ഇതൊന്നും നടക്കൂല. നാട്ടിന് സലഫിയത്തനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഹിജ്റ ഫർള. ഇന്ന അറുതി വാസിയാന്നേ ചോദിക്കും അല്ലാഹു തആല ആഖിറത്തിലെത്തിയിട്ട്. എനിക്ക് മംഗലാപുരത്ത് നിന്ന് അല്ലെങ്കിൽ കിണിയായിൽ നിന്ന് ദർക്കട്ടയിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലം എടുത്തിട്ട് പോയിക്കൂടെ എന്നാ അള്ളാഹ് ചോദിക്കാൻ നാളെ. നീ അവിടെ തന്നെ പിടിച്ചു വെക്കണം എന്ന് എനിക്ക് എത്ര നിർബന്ധം? ആദർശബന്ധമില്ലാത്ത കുടുംബബന്ധത്തിന് എന്താ അർത്ഥമാണുള്ളത്? ആദർശബന്ധമില്ലാത്ത കുടുംബബന്ധം പരിഗണിക്കേണ്ടതില്ല. ആദർശ രംഗത്ത്, മാനുഷിക രംഗത്ത് പരിഗണിക്കാം, ആദർശ രംഗത്ത് പരിഗണിക്കുന്ന പ്രശ്നമില്ല. അത് ആരായിരുന്നാലും, ഉപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, ജ്യേഷ്ഠാഞ്ചന്മാരായാലും ശരി, ആരായാലും ശരി. ഇത് നമ്മൾ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പൊക്കം വന്നിട്ടെല്ലാം നശിച്ച് മരിച്ച് ചത്ത് തീരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞത്, അള്ളാഹ്, ഓൻ എന്റെ മോനാണല്ലാ, കന്നാൻ എന്റെ മോനാണല്ലാ, ഒന്നെ രക്ഷപ്പെടുത്തണം. മോനെ, യാ ബുനയ്യർക്കം മഅന, മോനെ ഈ കപ്പലിൽ കേറിക്കോ മോനെ, തൗഹീദിന്റെ കപ്പലിൽ. നീ ജാറത്തിന്റെ ഔലിയാക്കന്മാരെ കപ്പലിൽ കയറിയിട്ട് നശിക്കണ്ട, അവര് മുഴുവൻ നശിച്ചേ അടങ്ങും. അല്ലാഹു തആല കോപിച്ചിരിക്കുക. അതുകൊണ്ട് ഈ കപ്പലിൽ കയറിക്കോ മോനെ, ഇർക്കം മഅന ഫലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങൾ ഒന്നിച്ച് നശിക്കണ്ട മോനെ. ഞാൻ ചോദിക്കട്ടെ ലഘുവായിട്ട്, നൂഹ് നബി ഇവിടെ കാഫിരിന്റെ കൂട്ടത്തിൽ നിന്ന് കാഫിർ എന്ന് വിളിച്ചത് ആരെ പറ്റിയാണ്? അന്ന് ഹിന്ദുക്കളുണ്ടോ? അന്ന് ക്രിസ്ത്യാനികളുണ്ടോ? അന്ന് ജൂതന്മാരുണ്ടോ? കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ എന്നുള്ളത് അല്ലേ? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 11 തലമുറയിലേ ആയിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും മതം വരാനായോ? മതങ്ങളെല്ലാം വന്ന് പിന്നീടല്ലേ.
എന്നിട്ടും നൂഹ് നബി ഫലാ തക്കും മഅൽ കാഫിരീൻ എന്ന് പറഞ്ഞത് ഈ ജാറങ്ങൾക്ക് ഇലാഹദർത്തിയും പറഞ്ഞു നടക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചല്ലേ? എന്നുവെച്ചാൽ ജാറങ്ങളിൽ പോയി അവൻ കാഫറായി, അതുകൊണ്ടാണ് കാഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞില്ലേ കൂട്ടരെ? ഇത് വേറെങ്കിലും ഉസ്താദ് പറഞ്ഞൊന്നുമല്ല, ഏതെങ്കിലും സലഫി പണ്ഡിതൻ പറഞ്ഞതാണോ? അല്ലെങ്കിൽ ഫലാ തക്കും മഅൽ കാഫിരീൻ എന്ന വാക്കിന്റെ മഅന എന്താ പറഞ്ഞതാ? എന്തിന്റെ പേരിലാണ് അവർ കുഫറായത്? നൂഹ് നബിന്റെ ഖൗമിനെ അള്ളാഹു കാഫർ എന്ന് വിളിച്ചത് എന്തിന്റെ പേരിൽ? ഈ ജാറമല്ലാതെ വേറെ എന്ത് തെറ്റാണ് അവർ ചെയ്തത്? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് 15 കൊല്ലം ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു നൂഹ് നബിന്റെ ഖൗമിനെ കാഫർ എന്ന് വിളിച്ചത്? വേറെ എന്തെങ്കിലും തെറ്റ് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ താരീഖ് കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ? ഈ ജാറത്തിൽ പോയി എന്ന തെറ്റല്ലാതെ. അന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഖുറാഫികൾ സമ്മേളനം വിളിച്ചുകൂട്ടി, പൊതുജന സമ്മേളനം തൗഹീദിനെതിരിൽ. ഏതൊരു നാട്ടിൽ തൗഹീദിന്റെ പ്രഭാഷണം നടന്നോ അവിടെ ഈ കൗമ് ജാറത്തിന്റെ ആൾക്കാർ ജാറക്കാര് സമ്മേളനം വിളിച്ചു കൂട്ടും. എല്ലാം സുന്നത്തിന്റെ പേരും ദീന്റെ പേരിലും ആയിരിക്കും. അന്നും അങ്ങനെ തന്നെയായിരുന്നു. സുന്നത്തിന്റെയും ദീന്റെയും പേരിൽ തന്നെ അന്നും ഉലമാക്കൾ സംസാരിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിലെ പണ്ഡിതന്മാരും മൗലാനമാർ മലഉ ഖൗമി നൂഹ്, നൂഹ് നബിന്റെ ഖൗം എന്താണെന്ന് പ്രസംഗിച്ചത്? ഖൗമിനോട് പറഞ്ഞത് എന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹ് എന്ന് പറഞ്ഞിട്ടൊരു പിരാന്തം വന്നിട്ടുണ്ട്. അവൻ അല്ലാഹ് മാത്രം മതി എന്നാണ് പറയുന്നത്. പിരാന്തനാണ്, വട്ടനാണ്, മജ്നൂനാണ്, സാഹിറാൻ. അതുകൊണ്ട് ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളെ ജാറങ്ങളൊന്നും നിങ്ങൾ കൈവിട്ടേക്കണ്ട. ലാ തദറുന്ന, തീർച്ചയായിട്ടും നിങ്ങൾ കൈവിട്ടു പോകരുത്. ആലിഹത്തക്കും, നിങ്ങളെ ജാറങ്ങളെ. അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന മഹാന്മാരെ കൈവിട്ടേക്കണ്ട. മൊത്തത്തിൽ പറഞ്ഞു, പ്രസംഗത്തിൽ പറയാ മൗലാനമാര്, പ്രസംഗത്തിൽ പറയാ ശൈഖുനമാര്. വലാ തദറുന്ന വദ്ദ, വദ്ദ് തങ്ങളെ കൈവിട്ടേക്കണ്ട. വലാ സുവാ, സുവാ തങ്ങളെ കൈവിടണ്ട. വലാ യഊക വ യഹൂസ വ നസ്ര, യഊക തങ്ങളെ കൈവിടണ്ട, യസ്ര തങ്ങളെ കൈവിടണ്ട. അന്നത്തെ ഉസ്താദ്മാർ പ്രസംഗിച്ചതാ. കാരണം അവർ ആകെ ചെയ്ത തെറ്റ് ഈ ജാറങ്ങൾ. ബഹുമാനപ്പെട്ട നൂഹ് നബി എന്താണ് ചെയ്തത്? ആ ജാറങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചു. ഇവരൊന്നും സംസാരിക്കാൻ നൂഹ് നബിക്കില്ല. ഒന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ പറയാനല്ലേ ഞാൻ പറഞ്ഞത്. ചരിത്രത്തിൽ ഇപ്പൊ ഇബ്രാഹിം നബിന്റെ ഖൗമിനെ പറ്റി, ലൂത്ത് നബിന്റെ ഖൗമിനെ പറ്റി, ഷുഐബ് നബിന്റെ ഖൗമിനെ പറ്റി, മൂസ നബിന്റെ ഖൗമിനെ പറ്റി, അവരൊക്കെ ചെയ്ത തെറ്റുകൾ നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പറയാൻ പറ്റും. നൂഹ് നബിന്റെ ഖൗമ് ചെയ്ത തെറ്റെന്താന്ന് പറയാൻ എന്താ ആരും മിണ്ടാത്തത്? അതൊന്നും ഇപ്പം പറയണ്ട. നൂഹില്ല, നമുക്ക് മുഹമ്മദ് റസൂൽ അല്ലേ, അങ്ങനെ നമുക്ക് ഖുർആൻ അതൊന്നും ഓതണ്ട. അതിനെ മാറ്റിയിട്ട് വെറും മുഹമ്മദ് റസൂലായിട്ട് ബന്ധപ്പെട്ടത് മാത്രം മതി ഖുർആനിൽ. ബാക്കിയെല്ലാം ഡിസ്മിസ് ചെയ്ത് കളാ. പിന്നെ ഇതിനെ 30 ദിവസം കൊണ്ട് നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാഫിറുകൾ എന്ന് വിളിച്ചു. അവര് നശിച്ച് തീരുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനെ വിളിച്ചിട്ട് പറയുന്ന വിഷയം ഇതാണ്. അവരൊന്നും ചിന്തി നശിക്കണ്ട മോനെ. അന്നേരം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ പറഞ്ഞത് അതെന്നെ ഇപ്പോഴും പറയുന്നത്. ഏതെങ്കിലും ഒരു സലഫി ചിന്തകൾ, തൗഹീദി പ്രഭാഷകൻ അള്ളാഹു മാത്രം മതി എന്ന് പറയുമ്പോൾ ഈ ജാറത്തിന്റെ പണ്ഡിതന്മാർ എന്താ പറയുന്നത്? അത് അന്ന് നൂഹ് നബിന്റെ കോമും മോൻ പറഞ്ഞ അതേ വാക്ക് തന്നെ പറയുന്നത്. എന്താ നൂഹ് നബിന്റെ കോമും മോൻ പറഞ്ഞത്? ബാപ്പാ, ഇന്നത്തെ ദിവസം ഞാൻ സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, നിങ്ങളെ തൗഹീദിന്റെ കപ്പലിലേക്ക് ഏതായാലും ഞാനില്ല. നമ്മളെ ശൈഖുന നരകത്തിലാണെങ്കിൽ അമ്മൂ നരകത്തിലേക്ക് പോയിക്കോളൂ, എന്നാലും തൗഹീദിന്റെ കപ്പലിലേക്ക് നമ്മളില്ല. നിങ്ങൾ പറയും പോലെ വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാം നശിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മലയിൽ കയറിയാൽ ഞാൻ രക്ഷപ്പെടും. സആവി, തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെടും. അലാ ജബലിൻ, ആ മലന്റെ മേലെ, യഅ്സിമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ മലയുണ്ട്, ഞാൻ മലന്റെ മുകളിൽ രക്ഷപ്പെടും, എന്നാൽ നിങ്ങൾ കപ്പലിലേക്ക് ഞാനില്ല. അപ്പൊ എന്താ നൂഹ് നബി പറഞ്ഞത്? ബാപ്പ മോനോട് എന്താ പറഞ്ഞത്? മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, ഇന്നത്തെ ദിവസം നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു മലക്കും കഴിയില്ല മോനെ, എനിക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നത്തെ ദിവസം നീ നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കപ്പലിൽ കയറിക്കോ. സംസാരം തുടരവേ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. കാരണം നേരത്തെ തന്നെ അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഈ ഖൗം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നശിക്കുന്ന സമയത്ത് അല്ലാഹ് അതെന്റെ മോനാണ്, ഇതെന്റെ ഭാര്യയാണ്, അതെന്റെ മക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലാഹു തആല. ലാ തുഖാതിബിനി, എന്നെ അഭിമുഖീകരിക്കരുത്. ഫില്ലദീന ളലമു, ഈ കുരുത്തം കെട്ട ജാറക്കാരുടെ കാര്യത്തിൽ എന്നെ അഭിമുഖീകരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ആ സമയത്ത് വന്നിട്ട് എന്നെ ശുപാർശക്കൊന്നും എന്റെ അടുത്തേക്ക് വരണ്ട. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ മോന്റെ ചരിത്രം നടക്കുന്നത്.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ മോനെ സംബന്ധിച്ചാണ് അള്ളാഹുണ്ട് പറഞ്ഞത്, അള്ളാഹ് എന്റെ മോനാണ്, അള്ളാഹ് ഇന്നഹു മിൻ അഹ്ലി. അപ്പോഴാണ് അള്ളാഹു തആല പറഞ്ഞത്, നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ കുടുംബമല്ല മോനെ നൂഹേ, നിന്റെ മോനല്ല നൂഹേ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് വെച്ചാൽ ശുക്ലബന്ധം മാത്രം പോരാ, ആദർശബന്ധവും കൂടി വേണം ബന്ധം ശരിയാകാൻ പറഞ്ഞത്. അത് ശുക്ലബന്ധം മാത്രം പോരാ, ഒരു ഉപ്പാക്ക് ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഉപ്പാന്റെ മോനാവൂല, തൗഹീദി ബന്ധവും കൂടി വേണം, എന്നാലേ കുടുംബ ബന്ധം പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് അല്ലാഹ് പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ കുടുംബമല്ല, നീ എൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് ബന്ധം നിലനിൽക്കണം, ഒന്ന് ശുക്ലബന്ധം, രണ്ടാമത്തത് ശുക്ലബന്ധം ശരീഅത്തനുസരിച്ചായിരിക്കണം, ആദർശബന്ധവും ശരീഅത്തനുസരിച്ചായിരിക്കണം, എന്നാലേ മോനായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ ശരീഅത്തും. ഇബ്നു ഹജർ തങ്ങള് സവാജിർ എന്ന കിതാബിൽ രിദ്ദത്തിന്റെ ബാബിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞല്ലേ, ഹിന്ദുക്കളെ പറ്റി പറഞ്ഞൊന്നുമല്ലല്ലോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ. ആ സന്ദർഭത്തിലുള്ള കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലമായപ്പോഴേക്കും ഓരോരുത്തരെ ചരിത്രം ഇങ്ങനെ വിട്ടുമാണ്, ഒന്നും പൂർണ്ണമായില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സിറിയയിൽ നിന്ന് മക്കത്തേക്ക് പോയി. ആ യാത്രക്കിടയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു, പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കി ആ കഅബാലയം തൗഹീദിന്റെ വീടായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് ലോകാവസാനം വരെയും തൗഹീദ് നിലനിൽക്കാനുള്ള വീടാണിത് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് ഇബ്രാഹിമി കാലഘട്ടത്തിലുള്ള പൂർണ്ണത. ലോകം മുഴുവനും എത്തിക്കാൻ കഴിഞ്ഞില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെയും കൂട്ടിയിട്ട് കടല് കടന്ന് അക്കരയെത്തി, പേർഷ്യയിലെത്തി, ഫലസ്തീനിലെത്തി. അവരെ തൗഹീദ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിനു മൂസ നബിയോട്. ആ പരിശോധനയിൽ 0 മാർക്കിൽ പൊട്ടി ഇസ്രായേലി കുടുംബം. ജാറത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവരെ പഴയ അവസ്ഥയിലേക്ക് പോയി. അവരെയും കൂട്ടിയിട്ട് മരുഭൂമിയിൽ കറങ്ങാൻ ആവശ്യപ്പെട്ടു അല്ലാഹു തആല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നീക്കപ്പെട്ടു ഇസ്രായേലി സമൂഹം. യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിൽ ഇസ്രായേലിലേക്ക് വന്നു. അവരുടെ കാലഘട്ടത്തിലാണ് തൗഹീദ് പുനഃസ്ഥാപിക്കുന്നത്. മൂസ നബിക്കും ഹാറൂൻ നബിക്കും പൂർത്തിയാക്കാൻ കഴിയാത്ത ദൗത്യം യൂശൈ നബി പൂർത്തിയാക്കി. ആ യൂശൈ നബിന്റെ നേതൃത്വത്തിലാണ് ഇസ്രായേലി സമൂഹം ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുന്നത്. ചരിത്രമല്ലേ? ആ യുഗം അങ്ങ് കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹാറൂൻ റസൂലുള്ളാഹ്, പിന്നെ വരുന്നത് ഈസാ റസൂലുള്ളാഹ്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പുരോഹിതന്മാരാണ് മുന്നിൽ നിൽക്കുന്നത്. നൂഹ് നബിന്റെ കാലഘട്ടം പോലെ ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ ഭരണാധികാരികളും പുരോഹിതന്മാരും, പുരോഹിതന്മാരുടെ നേതൃത്വം ആസറിന്, ഭരണാധികാരത്തിന്റെ നേതൃത്വം നമ്രൂദിന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പൗരോഹിത്യം വളരെ ശക്തമാണ്. മലഉ ഖൗമി ഫിറഔൻ, ഫിറൗന്റെ മൗലാനമാര്, ഭരണകൂടം ഫിറൗന്റേത്. അങ്ങനെയാണ് തൗഹീദിന്റെ ശത്രുക്കൾ. പിന്നെ വരുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബിന്റെ കാലം. ഈസാ നബിന്റെ കാലത്ത് ഭരണാധികാരികൾക്കല്ല പ്രത്യേകത, പുരോഹിതന്മാർക്കാണ്, പണ്ഡിതന്മാർക്കാണ്, മൗലാനമാർക്കും ശൈഖുനമാർക്കുമാണ്. അങ്ങനെ ആ യുഗമെല്ലാം അവസാനിച്ചു. ഒരു 500 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായി. അർസലല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലന്നാസി ജമീഅ. അന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിൽ നിന്ന് തുടങ്ങി നൂഹ് നബിന്റെ റിസാലത്തും കൂടി ചേർത്ത് ചരിത്രം സഞ്ചരിക്കുകയാണ് ഏതാണ്ട് ഒരു 10,000 കൊല്ലത്തോളം. അത് അവസാനം എത്തിച്ചേരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്ത് മുഹമ്മദി നുബുവത്തിൽ ചെന്ന് അവസാനിക്കുന്നു. നൂഹ് നബിന്റെ റിസാലത്ത് മുഹമ്മദി റിസാലത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ യുഗം ആരംഭിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് ശേഷം 4500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിക്കുന്നത്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ചരിത്രം ആരംഭിക്കുമ്പോൾ നാം 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മുഹമ്മദ് ആരാണെന്നറിയാതെ ഒരിക്കലും നമ്മുടെ 2ാം ഷഹാദ സഹിയാകുകയില്ല. നാം പരിശോധിച്ചു, കഴിഞ്ഞ റജബ് മാസം മുതൽ ഈ മുഹറം മാസം വരെ ചരിത്രം പരിശോധിച്ചു. നാം 7 മാസത്തെ അള്ളാഹു ചരിത്രത്തെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഉപയോഗിച്ചു. 12 മാസമാണ് അള്ളാഹുവിന്റെ കലണ്ടറിൽ ഒരു വർഷം പൂർത്തിയാവാൻ. അതിൽ 7 മാസം ആദർശത്തിന്റെയും ആദരവിന്റെയും മാസമായി പ്രഖ്യാപിച്ചു അള്ളാഹ്. അതിൽ 1-മത്തത് റജബാണ്, 7-മത്തത് മുഹറമാണ്. അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സഫർ, റബീഉൽ അവ്വൽ. സഫറാണ് ഈ മാസം, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസം. സഫർ മാസത്തിന് ശരീഅത്തിൽ എന്തെങ്കിലും ഒരു അഡ്രസ് ഉണ്ടോ? ഒരു അഡ്രസ്സും ശരീഅത്തുൽ ഇസ്ലാമിൽ മുഹമ്മദി തരീഖയിലില്ല. 2-മതായിട്ട് വന്ന റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വൽ മാസത്തിന് ശരീഅത്തിൽ എന്തെങ്കിലും ഒരു അഡ്രസ് ഉണ്ടോ? ഒരു അഡ്രസ്സും മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തി തന്നിട്ടില്ല. പിന്നെ വരുന്ന റബീഉൽ ആഖിർ, പിന്നെ റജബ്, പിന്നെ ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, റജബ്. ജുമാദുൽ ആഖിറോടുകൂടി 5 മാസം അവസാനിക്കും. ആ 5 മാസത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 12 മാസവുമായി ബന്ധപ്പെടുത്താനുള്ള മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പ്രത്യേക ദിവസവുമായി അള്ളാഹു കണക്ട് ചെയ്തില്ല, ഒരു പ്രത്യേക മാസവുമായി അള്ളാഹു കണക്ട് ചെയ്തില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ദുൽഹജ്ജ് മാസത്തെ ഇബ്രാഹിമി ചരിത്രവുമായിട്ട് അല്ലാഹു ബന്ധിപ്പിച്ചു. മുഹറത്തെയും ആശൂറ നോമ്പിനെയും മൂസാ ശരീഅത്തുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചു. അമലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാസങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാക്കി നമുക്ക് പഠിപ്പിച്ചെന്നത് അവരൊക്കെ കൊണ്ടുവന്ന ദൗത്യമാകുന്ന തൗഹീദ് വന്ന വഴി എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്, അമല് പരിശോധിക്കാനല്ല. ആശൂറ നോമ്പ് കൃത്യമായിട്ട് ജൂതന്മാര് നോക്കും. ക്രിസ്ത്യാനികളും കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ്. ജൂതന്മാര് കൃത്യമായി, മദീനയിലുള്ള ജൂതന്മാര് കൃത്യമായി തൗഹീദുള്ളവരാണ്, അല്ലാഹ് മാത്രമെന്ന് വിശ്വസിക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വ്യക്തിപരമായ ഒരു വെറുപ്പാണ് അവർക്കുള്ളത്. മക്കത്തെ മുശ്രിക്കീങ്ങളും മദീനത്തെ ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം, മക്കത്തെ മുശ്രിക്കീങ്ങൾ മുഹമ്മദ് മുസ്തഫാനെ അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന ആദർശം അംഗീകരിക്കുന്നില്ല. മദീനയിലെ ജൂതന്മാര് മുഹമ്മദ് മുസ്തഫാനെ അംഗീകരിക്കുന്നില്ല, മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന ആദർശം അംഗീകരിക്കുന്നു. അതാണ് വ്യത്യാസം. മക്കത്തെ മുശ്രിക്കീങ്ങൾ അല്ലാഹ് മാത്രം എന്ന സിദ്ധാന്തത്തോട് യോജിക്കുന്നില്ല, പക്ഷെ മുഹമ്മദ് നബിയോട് അവർ യോജിക്കുന്നു, വ്യക്തിപരമായി, കുടുംബപരമായി, തറവാടുപരമായി. മദീനത്തെ ജൂതന്മാര് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന അള്ളാഹു മാത്രം എന്നതിനോട് അവർക്ക് യോജിപ്പുണ്ട്. അത് അബ്ദുല്ലാഹി ഇബ്നു സലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത് ഒരു ജൂത പണ്ഡിതനാണ്, ഒരു റബ്ബിയാണ്. അദ്ദേഹം തൗറാത്ത് മനഃപ്പാഠം പഠിച്ച ആളാണ്. അദ്ദേഹം അത് കൃത്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു സലാം എന്നാണ് അയാളെ പേര്. റസൂലുള്ളാഹി തങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ബിൻ സലാം എന്നാക്കി മാറ്റിയത്. അബ്ദുല്ലാഹി ബിൻ സമാ എന്ന പുരോഹിതൻ ജൂതന്മാരെ സ്വഭാവം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായിട്ടും അറിയാം, ഞങ്ങളെ മക്കളെ അറിയും പോലെ. അള്ളാഹു പറഞ്ഞു, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് മുഹമ്മദ് മുസ്തഫാനെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ അസൂയ ഞങ്ങളെ കൂട്ടത്തിൽ വന്നില്ലല്ലോ എന്നുള്ള ഒരൊറ്റ ഹുങ്കാണ് ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ കാരണം. ഇത് അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത് മദീനത്ത് വന്നപ്പോ. അതാണ് ജൂതന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുമ്പോൾ ആദ്യമായി നാം പരിഗണിക്കേണ്ടത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഹമ്മദീയത്തിനെയാണ്. 5 കാര്യങ്ങൾ അംഗീകരിക്കണം. 1, മുഹമ്മദീയത്ത് അംഗീകരിക്കണം. 2, അബ്ദിയത്ത് അംഗീകരിക്കണം മുഹമ്മദ് നബിന്റെ. 3, മുഹമ്മദ് നബിന്റെ നുബുവത്ത് അംഗീകരിക്കണം. 4, മുഹമ്മദ് നബിന്റെ റിസാലത്ത് അംഗീകരിക്കണം. 5, മുഹമ്മദ് നബിന്റെ ശരീഅത്ത് അംഗീകരിക്കണം. എന്നാലേ 2ാമത്തെ ഷഹാദ സഹിയാവുകയുള്ളൂ. പക്ഷെ തന്നെ ഉമർ റസൂൽ ദിക്ർ അൽക്കും സലാത്ത് അൽക്കും ബിരിയാണി അൽക്കും നടത്തിയിട്ടല്ലേ ഒതുക്കിയത്. ജൂതൻ എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി. കാരണം എന്താണെന്നറിയുമോ? ഈ ഉമ്മത്ത് തൗഹീദ് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ജൂതന് നിർബന്ധമുണ്ട്. അതേപോലെ തന്നെ ജൂതൻ ഒതുക്കി മുഹമ്മദ് റസൂലുള്ളാഹിയെ സലാത്ത് അൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹിനെ ചർച്ച ചെയ്യാൻ പാടില്ല ഈ ഉമ്മത്ത്. മുഹമ്മദ് മുസ്തഫാന്റെ പോരിശ പറയാനേ പാടുള്ളൂ, അദ്ദേഹത്തിന്റെ റിസാലത്തും ശരീഅത്തും പറയാൻ പാടില്ല. കാരണം ഈ പാവപ്പെട്ട സാധാരണക്കാരന് കാര്യം മനസ്സിലായി പോകും. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കാര്യം? സാധാരണക്കാരന്റെ കാര്യം മനസ്സിലായാൽ പിന്നെ ഈ തരീഖത്തിനെ കൈവിട്ടിട്ട് മുഹമ്മദ് ഈ റിസാലത്തിലേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോകും. അതോടുകൂടി അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ജീവിതത്തിന്റെ പ്രമാണമാക്കും, മുഹമ്മദ് റസൂലിനെ കൊടുത്ത ഷഹാദ ജീവിതത്തിന്റെ പ്രമാണമാക്കും. അല്ലാഹു അക്ബർ. ഇസ്ലാമാണ് നാം പറയുന്നത്. ചിന്തിച്ചേ പറ്റൂ.
മഹാഭൂരിപക്ഷം അക്കരെയുണ്ട് ഒന്നും നമുക്ക് വിഷയമല്ല. ഭൂരിപക്ഷം ഇവിടെ വിഷയമേ അല്ല. കലീലമ്മ തദക്കറും, ചിന്തിക്കുന്ന ന്യൂനപക്ഷത്തോടാണ് നാം സംസാരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് കലീലമ്മ തദക്കറും, വളരെ ചെറിയ ന്യൂനപക്ഷത്തിനെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹു തആല ഇസ്ലാമിനെ പറ്റിയാ പറഞ്ഞത്. ഒന്നാമത് മുഹമ്മദിയത്ത്. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായി അബ്ദുല്ലാന്റെ മോനും ആമിനാന്റെ മോനുമായിട്ട് ജനിച്ചു വീണു. ഞാൻ നിങ്ങളോട് നിഷ്പക്ഷമായി ചോദിക്കുന്നു, മുഹമ്മദ് മുസ്തഫ ജനിച്ചത് ഹിന്ദു മതത്തിലാണോ, ക്രിസ്തു മതത്തിലാണോ, ജൂതമതത്തിലാണോ, മജൂസി മതത്തിലാണോ മുഹമ്മദ് മുസ്തഫ ജനിച്ചു വീഴുന്നത്, അതോ ഇസ്ലാമിലാണോ? പഠിക്കേണ്ടതുണ്ട്. സുമാറിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് സലാത്തും മൽക്കിയും കൊണ്ട് നടന്ന സംഗതി നടക്കൂല. അതാ തന്നെ സെൽഫികള് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് കയ്യുനക്കി കൊണ്ട് നടന്ന സംഗതി ആവൂല. മുഹമ്മദുർ റസൂൽ ജനിച്ചു വീഴുന്നത് ഏത് മതത്തിലാണെന്ന്, ഏത് മതമാണ് നിലവിലുണ്ടായിരുന്നത് മക്ക കേന്ദ്രമാക്കിക്കൊണ്ട്? ശിർക്കി മതത്തിലാണോ, കുഫ്ർ മതത്തിലാണോ? ആണോ? അഷ്റഫുൽ ഖൽഖ് ആദ്യം മുശ്രിക്കായിരുന്നോ നബിയാകുന്നതിന് മുമ്പ്? അഷ്റഫുൽ ഖൽഖ് കാഫിറായിരുന്നോ നബിയാകുന്നതിന് മുമ്പ്? വല്ലാഹി പ്യൂർ ഇബ്രാഹിമി ശരീഅത്തനുസരിച്ചുള്ള മുസ്ലിം ആയിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇസ്മായിലി കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൗത്യം നിലനിൽക്കുന്ന കാലം, ആ കാലഘട്ടത്തിലെ അറബികൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു, കൃത്യമായി നോമ്പ് നോക്കുന്നവരായിരുന്നു ഖുറൈശികൾ, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരുമായിരുന്നു ഖുറൈശികൾ. അഷ്റഫുൽ ഖൽഖ് വരുന്നതിന് മുമ്പേ ഇസ്ലാം നിലവിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ അഷ്റഫുൽ ഖൽഖ് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ മുസ്ലിമാണ്, മുവഹിദാണ്. അദ്ദേഹം സ്വർഗത്തിൽ ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. ഏത് നബിന്റെ കെയർ ഓഫിൽ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ അവിടെ ഇസ്ലാമും മുസ്ലിമും ഉണ്ടെന്നുള്ളത് തെളിവല്ലേ അത്? അങ്ങനെ എത്ര എത്ര തെളിവുകൾ. ഹുനഫാക്കൾ, താരീഖിന്റെ കിതാബുകളിൽ ഹുനഫാക്കൾ എന്നൊരു വിഭാഗത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും മാറിയിട്ടില്ലാത്തവർ, അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വരുന്നത് വരെയും മക്കത്തുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തിലാണ് അഷ്റഫുൽ ഖൽഖായ മുത്തായ പൂവ് ജനിക്കുന്നത്. നാം മനസ്സിലാക്കണം. മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു നബിയുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. രണ്ടാമത്തെ ഷഹാദ സഹിയാകണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ ഒന്നാമത്തെ ഭാഗമായ മുഹമ്മദിയത്ത് പഠിച്ചിരിക്കണം. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആ പേരെടുത്തിട്ടാണ് നമുക്ക് റസൂലിനെ പരിചയപ്പെടുത്തി തരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, അല്ലേ ഖുർആൻ? അതുകൊണ്ട് തന്നെ ആ പേര് ഏത് വ്യക്തിയുടേതാണെന്ന് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. ഒരു മുസ്ലിമായ ഒരുത്തനോട് ചോദിച്ചു, മുഹമ്മദ് നബിന്റെ പാരമ്പര്യം എനിക്കറിയാവോ, കുടുംബം അറിയാവോ, നബി തങ്ങൾ മുഹമ്മദ് നബി എവിടുത്തുകാരനെന്ന് അറിയാവോ? അതൊന്നും എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. നിന്റെ ഷഹാദത്ത് അപ്പം ബാത്തിലാവും. അറിഞ്ഞിരിക്കണം നീ മുഹമ്മദ് ആരാണെന്ന്, എന്നാലേ രണ്ടാമത്തെ ഷഹാദത്ത് ചെയ്യാവുള്ളൂ. തമസിങ്ങളിയ ഷഹാദ മുഹമ്മദ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരുടെ മോനാണ് മുഹമ്മദ് എന്ന് അറിഞ്ഞിരിക്കണം. ഏത് തറവാട്ടുകാരനെന്ന് അറിഞ്ഞിരിക്കണം. ഏത് നാട്ടിലാണ് ജനിച്ചതെന്ന് അറിഞ്ഞിരിക്കണം. ഏത് നാട്ടിലാണ് മരിച്ച വഫാത്തായതെന്ന് അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദിന്റെ കുടുംബ സ്റ്റോറി കൃത്യമായിട്ട് നാം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി എന്താ ഈ സലാത്ത് അലിക്കിയും ബിരിയാണി അല്ലാതെ വേറെ എന്ത് പരിചയം നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്? ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. അത് പള്ളിയിൽ ഉസ്താദ് മാത്രം അറിഞ്ഞാൽ പോരാ. അതുകൊണ്ട് മുഹമ്മദിയത്ത് കൃത്യമായിട്ട് നാം പഠിച്ചിരിക്കണം. പരിശുദ്ധ ഖുർആൻ മുഹമ്മദിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഹദീസിൽ ഒരുപാട് മുഹമ്മദിനെ പരിചയപ്പെടുത്തി. ഏതെങ്കിലും കഥാകാരന്റെ കഥ ആവശ്യമില്ല, ഏതെങ്കിലും നോവലിസ്റ്റിന്റെ നോവൽ ആവശ്യമില്ല, ബൂസിരിയെ പോലെയുള്ള കഥാകാരന്റെ കഥയൊന്നും അതിന് ആവശ്യമില്ല. മുഹമ്മദ് ആരാണ്, മുഹമ്മദിന്റെ കുടുംബം എന്താണ്, ബന്ധം എന്താണ്, പാരമ്പര്യം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ വെച്ചുകൊണ്ടത് പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണ് എന്ന്. അതിൽ പെട്ടതാണ് സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചേ പറ്റൂ മുഹമ്മദിയത്ത്. രണ്ടാമത്തത് അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മുസ്തഫ അബ്ദാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അബ്ദിയത്തിനെതിരായിട്ട് ഒരു കാര്യവും മുഹമ്മദ് മുസ്തഫാന്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നാം മുഹമ്മദ് നബിന്റെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് നബിന്റെ ജാഹു കൊണ്ട്, മുഹമ്മദ് നബിയാണ് എന്റെ കാര്യം നടത്തേണ്ടത് വിശ്വസിച്ചത് അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്തിനെ നിഷേധിക്കലാണ്. അള്ളാഹു ആവട്ടെ അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്ത് കാമിലായ അബ്ദിയത്താണെന്ന് പറഞ്ഞ ആളാണ്. നൂഹി നബിന്റെ അബ്ദിയത്തിനേക്കാൾ, ഇബ്രാഹിം നബിന്റെ അബ്ദിയത്തിനേക്കാൾ അടിമത്വം അബ്ദിയത്ത് അടിമ ആ അടിമത്തെ അടിമ എന്ന മലയാളത്തിൽ പറഞ്ഞാൽ പൂർണ്ണമാവൂല. മൂസ നബിന്റെ അടിമത്വത്തെക്കാൾ
ഈസ നബിന്റെ അബ്ദിയത്തിനേക്കാൾ പരിപൂർണമായ 24 കാരറ്റ് പൂർണ്ണമാണ് അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്ത്. അതെ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ ആ അബ്ദിയത്തിന്റെ പ്രത്യേകത മനസ്സിലാവും, ആ അടിമത്വത്തിന്റെ പ്രത്യേകത മനസ്സിലാവും. ജനങ്ങളെല്ലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോകും. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് പറ, ഈ വിചാരണയൊന്ന് തുടങ്ങാൻ പറ. അന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയും, പറ്റൂല മക്കളെ, ഞാൻ അള്ളാഹുവിനെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ നിരോധിച്ച പഴം പറിച്ച് തിന്നത് കൊണ്ട് എന്റെ അബദിയത്തിന് വട്ടം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല അള്ളാഹിന്റെ മുമ്പിൽ ഹാജരാവാൻ. നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. നൂഹ് എന്ന് പറഞ്ഞിട്ടൊരു പ്രവാചകനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനടുത്തേക്ക് നിങ്ങൾ പോയി നോക്ക്. എല്ലാവരും അടുത്തേക്ക് പോകും. സഹീഹ ഹദീസാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ശഫാഅത്തിനെ പറ്റി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ആകെ പേടിച്ചിരിക്കുകയാണ്. ജനങ്ങളെയെല്ലാം ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ നിയോഗിച്ചത്. ജനങ്ങൾ എന്നെ പിരാന്തനാക്കി, എനിക്ക് വിഷമിച്ചു, എനിക്ക് വിഷമം വന്നു, എന്റെ മനസ്സ് ബേജാറായി. ഞാൻ അവർക്കെതിരായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഞാൻ നശിപ്പിക്കണം അള്ളാഹിനോട് പറയാനല്ല ഞാൻ പ്രവാചകനായി വന്നത്, ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണം അള്ളാഹു എന്ന് പറയാനാണ് ഞാൻ പ്രവാചകനായിട്ട് വന്നത്. പക്ഷെ എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, അബ്ദിയത്ത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ അള്ളാഹു നിന്നെ അയച്ച ദൗത്യം അവരെ ആരും നശിപ്പിക്കണം എന്ന് പറയാനല്ലല്ലോ എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മൂപ്പരാണ് തൗഹീദിന്റെ ബാപ്പ, ഈമാന്റെ ബാപ്പ. അവിടത്തെ നിന്ന് പോയി നോക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഖലീലാണ്. പോയി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവാൻ. ഞാൻ എന്റെ ഭാര്യ സാറാനെയും കൂട്ടിയിട്ട് ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് പോകുന്ന വഴിമധ്യേ നാട്ടുരാജാവ് ഞങ്ങളെ പിടികൂടി. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവന്റെ ഭാര്യമാരെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ദുസ്വഭാവമുള്ള രാജാവാണ്. ഉമ്മാനെയും പെങ്ങളെയും വെറുതെ വിടുമെന്നറിഞ്ഞു ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ഇതെന്റെ പെങ്ങളാണ് എന്ന്. സാറാനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുന്ന ആളെ ആഖിറത്തിൽ ഭാര്യനെ പറ്റി പെങ്ങളെന്ന് പറയാൻ കാരണം എന്താണ്? അതിന് ഇബ്രാഹിം നബിക്ക് ന്യായമുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിശ്വാസത്തിൽ എന്റെ സഹോദരിയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അവിടെ ഈ മുഹമ്മദ് മുസ്തഫാന്റെ ദൗത്യമാണ് ഇബ്രാഹിം നബിക്ക് രക്ഷക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഈസ എന്ന് പേരുള്ള ഒരാളുണ്ട്, മൂസ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവിടത്തേക്ക് പോയി നോക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എനിക്ക് പറ്റൂല, ഞാൻ പേടിക്കുന്നു. ഞാനൊരാളെ കിബ്തി വിഭാഗത്തിൽ നിന്ന് 2 കൂട്ടർ തമ്മിലടിക്കുമ്പോൾ എന്റെ വിഭാഗത്തിൽപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റവനെ ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അള്ളാഹു തആല എനിക്ക് പുറത്തു തന്നെങ്കിലും നാളെ ആഖിറത്തിൽ എന്നോട് ചോദിച്ചേക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ഇന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. അബ്ദിയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരാളെ പറഞ്ഞു തരാം, നിങ്ങൾ ഈസാ നബിയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്ക്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസ, ഈ ക്രിസ്ത്യാനികളെല്ലാം ഹാജരാക്കിക്കൊണ്ട് ഈസാ നബിനെ വിളിപ്പിക്കുക. ആ സദസ്സിൽ വെച്ച് ഈസാ നബി അള്ളാഹു ചോദ്യം ചെയ്യും, ഓ ഈസ, നീയാണോ ഈ ജനങ്ങളോട് എന്നെ കൂടാതെ നിന്റെ ഉമ്മാനെയും നിന്നെയും വിളിച്ച് പ്രാർത്ഥിക്കണം, ആവശ്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് നടക്കുമെന്ന് നീ പറഞ്ഞതാണോ? അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഈ ചോദ്യം. ഈസാ നബി മുട്ട് വറക്കും. ആ സമയത്തെല്ലാം ക്രിസ്ത്യാനികള്, ആ സമയത്ത് മൂസ നബി പറയുന്ന മറുപടിയുണ്ട്, ഏ അല്ലാഹ്, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കിതാബിൽ ഉണ്ടാവുമല്ലോ അള്ളാഹുവേ. അതെ, ഇത് ഖൗമിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്യുന്നത്. ഈസാ നബി പറഞ്ഞുകൊണ്ടല്ല, എന്റെ കിതാബിൽ ഉണ്ടാവല്ലോ അള്ളാഹുവേ, നീ എല്ലാം അറിയുന്നവനല്ലേ, ഞാനൊന്നും അറിയാത്തവനല്ലേ. ഫലമ്മ തവഫൈതനി, എന്നെ നീ ആകാശത്തിലേക്ക് കൊണ്ടുപോയി, എന്റെ ദൗത്യം അവസാനിച്ചു, എന്റെ റിസാലത്തിന്റെ ഡ്യൂട്ടി തീർന്നു, ഞാൻ പഠിപ്പിച്ചത് ശരീഅത്തിന്റെ ഡ്യൂട്ടി തീർന്നു. അതിനുശേഷം അവരെ കാര്യം നന്നായിട്ട് ഫകുന്ത അൻത റഖീബ അലൈഹിം, നീയാണല്ലോ പിന്നെ അവരെ കാര്യം അറിയുക. ഞാൻ പിന്നെ അവരെന്താ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലാഹുവേ. അവരെന്നെ വിളിച്ചോ എന്നെ പൂജിച്ചോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സനബിമാരോട് പറയും. ഈ രീതിയിൽ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ്. എനിക്ക് സാധിക്കൂല. നിങ്ങൾക്ക് നല്ലൊരാളെ പരിചയപ്പെടുത്തി തരാം, മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി നോക്കി. കാമിൽ മുക്കമ്മലാണ് മുഹമ്മദ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ജനം എന്റെ അടുക്കലേക്ക് വരും, ഈ വിഷയം എന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ഫഖുൽതു നഅം, ശരി, ഞാൻ നോക്കാമെന്ന് ഞാൻ പറയും. അതാണ് അബ്ദിയത്തിന്റെ പൂർണ്ണത. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതാണ് ഹബീബിന്റെ അബ്ദിയത്തിന്റെ പൂർണ്ണത, അടിമത്വത്തിന്റെ പൂർണ്ണത അള്ളാഹുവിന്റെ മുമ്പിൽ.
ആ അഷ്റഫുൽ ഖൽക്കിനെ അള്ളാഹുവിന്റെ പകരക്കാരോ, അള്ളാഹ്ക്ക് കൂട്ടുകാരോ, അള്ളാഹുവിന്റെ ശുപാർശകനോ, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാനുള്ള ഇടയാളോ ഇതൊക്കെ ആക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ അബ്ദിയത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒരു മനുഷ്യനോട് ചോദിച്ചു, എനിക്ക് മൊയ്തീശങ്ങളെ അറിയാവോ? എനിക്ക് അയാളെ ഒന്നും അറിയില്ല. ആരാണെന്ന് എനിക്കറിയില്ല. അവന്റെ ഇമാമത്തിലേക്ക് പോവോ? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ? അഷ്റഫുൽ ഖൽക്ക് വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ബഗ്ദാദിലെങ്ങാനും ജനിച്ചൊരു മനുഷ്യനെ വിശ്വസിക്കൽ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടാണോ? ആണോ? മദനി തങ്ങളെ അറിയാവുന്ന ഒരാൾ ചോദിച്ചു, എനിക്കറിയില്ല അയാളെ. എന്നിട്ടും പറഞ്ഞാൽ അവന്റെ ഈമാനും വല്ല കുഴപ്പമുണ്ടോ? മദനി തങ്ങളെ വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണോ? എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാവോ? ഞാൻ അങ്ങനെ ഒന്നും പഠിക്കാൻ പോയിട്ടില്ല. അസമയത്ത് അവൻ കാഫിറാവും. ഒരു മുസ്ലിം ആണെങ്കിൽ മുഹമ്മദിയത്ത് പൂർണ്ണമാണ്, മുഹമ്മദിന്റെ അബ്ദിയത്തും പൂർണ്ണമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അല്ലാഹു അഷ്റഫുൽ ഖൽക്കിനെ പരിചയപ്പെടുത്തുന്നത് അബ്ദ്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, ഇവിടൊക്കെ അല്ലാഹു അഷ്റഫുൽ ഖൽക്കിനെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുന്നത് എന്റെ അബ്ദാണ്. എന്റെ അബ്ദിനെ നിങ്ങൾ മഅബൂദാക്കരുത്. ഞാൻ മഅബൂദാണ്, മുഹമ്മദ് അബ്ദാണ്. എന്നെ മഅബൂദായിട്ട് കാണണം, മുഹമ്മദിനെ അബ്ദായിട്ട് കാണണം. അല്ലാഹു അക്ബർ. തൗഹീദ് അങ്ങനെയാണ് തൗഹീദ്. അതാണ് ചരിത്രത്തിലുണ്ടത്. 3-ാമതും 4-ാമതും പറയുന്നത് നുബുവത്ത്, റിസാലത്ത്, ശരീഅത്ത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവസരം തരുമ്പോൾ മിമ്പറുകളെയും മെഹ്റാബുകളെയും അനുകൂലമാക്കി തന്നാൽ നമുക്ക് വീണ്ടും വിശദീകരിക്കാം. തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന 5 മാസത്തെ സംഭവങ്ങളെല്ലാം ഈ മുഹമ്മദി നുബുവത്തും റിസാലത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിലടങ്ങിയിരിക്കുന്ന ഷഹാദ, ആ ഷഹാദ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തിക്കോളിൻ. എന്നിട്ട് മരിക്കാൻ നേരത്ത് ആ ഷഹാദ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചോളിൻ. മരിച്ചിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ വെള്ളം ചേർക്കാത്ത ഷഹാദത്തുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കോളിൻ. ആ ന്യൂനപക്ഷത്തോടൊപ്പം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ആ വിഭാഗത്തിൽ അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ألا وصلوا وسلموا على النبي المصطفى والرسول المرتضى. وقال الله مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه 10. اللهم صل وسلم وبارك على محمد وعلى آل محمد كما باركت وصليت كما صليت وباركت على آل إبراهيم إنك حميد مجيد. اللهم ارض عن شفيع خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلح لنا ديننا الذي فهو عصمة أمرنا ودنيانا التي فيها معاشنا وآخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء